ഉദ്ഘാടകൻ എവിടെ? മൂന്നാല് ഉദ്ഘാടനം ഇത് കുപ്പി റൊണാൾഡോ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത് ഇപ്പൊ? ഉദ്ഘാടകന്റെ ഉദ്ഘാടനത്തിന്റെ പരിപാടി കച്ചവടം പൂട്ടി. അത് ക്ലീറ്റോന്റെ അസൂയ. എന്തോ? അത് ക്ലീറ്റോന്റെ അസൂയ. അവന്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ അതൊന്നുമില്ല. ഇഷ്ടം പോലെ ഉദ്ഘാടനം ഉണ്ടെന്ന് പറയില്ല. ഇതാ പറഞ്ഞത്. രാവിലെ ഇവിടെ നിൽക്കുമ്പോ എത്ര ഇത് ലാസ്റ്റ് ആണ്, അവന്റെ അവസാനത്തെ ഉദ്ഘാടനം ഇന്നത്തത്. എല്ലാം കഴിഞ്ഞു. എന്താന്ന് എന്താ കാര്യം? കയ്യിരിപ്പ് ശരിയല്ല. അത് തന്നെ കയ്യിരിപ്പ് മോശം. ചില്ലറ അഹങ്കാരോ എന്തൊരു തിളപ്പായിരുന്നു എൻ്റെ അടുത്ത് കാണിച്ചത്. വെളിയിൽ പോയി അടുത്ത് കാണിച്ചാൽ കുഴപ്പമില്ല, കുടുംബക്കാരുടെ അടുത്ത് കാണിച്ചാൽ എങ്ങനെ? എന്താന്ന് വരുമ്പോ ചോദിച്ച പറഞ്ഞു കേട്ടപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ദൈവമേ, ഇതെന്താടാ പറ്റിയത്? പറ്റി അച്ചാച്ചാ? ആദ്യത്തെ ഉദ്ഘാടനത്തിന് പോയിട്ട് കുപ്പിയാറൊക്കെ എറിഞ്ഞ് ഭയങ്കര കളം പിടിച്ച് അത് കഴിഞ്ഞിട്ട് ആശുപത്രി പോകണമെന്ന് പറഞ്ഞില്ലേ? ആശുപത്രി പോയി തൊണ്ട ചെക്ക് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഇങ്ങനെ അലറിക്കഴിഞ്ഞാൽ പിന്നെ വാ തുറന്ന ഒരു ശബ്ദം പോലും പുറത്ത് വരത്തില്ല. അങ്ങനെ രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടെ ഭയങ്കര ജനമായിരുന്നു. അവിടെ ഞാൻ അലറിയില്ല. നാടമുറിച്ച് കഴിഞ്ഞപ്പോൾ ആരാധകർ എൻ്റെ അലറക്കത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് അവർ കൂക്കുവിളി തുടങ്ങി. അവസാനം അലറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കുപ്പിയെടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നപ്പം ഇവന്മാരുടെ ബഹളയിലൊക്കെ ഇട്ട് ടെൻഷൻ അടിച്ച് കുപ്പിയെ ഫ്രണ്ട് ഇരുന്ന് ഒരുത്തന്നെ തല വീണു. അവൻ അവിടുത്തെ പേരെടുത്തൊരു ഗുണ്ടയായിരുന്നു. കുപ്പി പൊട്ടുന്നതിനെക്കാളും വലിയ ഊക്കോട് അവൻ്റെ തല പൊട്ടി. അവൻ്റെ ആൾക്കാർ സ്റ്റേജിൽ കയറി വന്നു. സോഡാ നാരികള്ളത്തിൽ അരിയെടുത്ത് കളയുന്ന പോലെ എന്നെ എടുത്ത് അമ്മാരുടെ റൊണാൾഡേ പോട്ട് നീ വാ. അതെ മോനെ റൊണാൾഡേ, നിന്നെ ഈ തല്ലിയതിനെതിരെ DDT പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ഹർത്താൽ നമ്മൾ ആഹ്വാനം ചെയ്താലോ? വേണം മച്ചമ്മേ, എന്റെ വില അടിച്ചവന്മാരോ കടക്കാരും മനസ്സിലാക്കണം. എന്നല്ലേ സൗകര്യല്ലടാ. നീ എന്താടാ പ്രസംഗിച്ചത്? ആദ്യത്തെ ഉദ്ഘാടനത്തിന് നീ മൈക്കെടുത്ത് എന്താ പ്രസംഗിച്ചത്? രാഷ്ട്രീയക്കാരന്മാർ കള്ളന്മാരാണ്, ഒരുത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ലേടാ? ലവലാതി. എനിക്ക് വേണ്ടി ആരും ചോദിക്കട്ടെ. ഇനി സെലിബ്രിറ്റി ഇല്ല, റൊണാൾഡോ ഇല്ല, കുപ്പിയില്ല, ഒന്നുമില്ല. അല്ല നില്ല്, സാർ എങ്ങോട്ട് പോകണം? എല്ലാവരും കുറ്റപ്പെടുത്തൽ കഴിഞ്ഞെങ്കിൽ ഒരു തലയുടെ ഒരു പായ തന്നാ ഞാൻ ആ ചായ. ഇവിടെ അതിനുള്ള സൗകര്യമില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. സാറിന് സഹിക്കൂല ആ ചൂടൊന്നും. നമ്മളല്ലേ കുത്തല്ലേ മച്ചമ്പി? മതിയടാ ഒരു കുപ്പി വെള്ളമൊക്കെ മുന്തിരി ജ്യൂസും ഇല്ല. ചുമ്മാല്ലേ കിട്ടിയല്ലേ? പായം തലേണ എടുക്കാൻ വീട്ടിനകത്തോട്ട് കയറണ്ട. ചായപ്പി കിടക്കാനാണെങ്കിൽ പുറത്ത് തരാം. കേട്ടാ